നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു അവർ ചാനൽ. എന്റെ ഇംഗ്ലീഷൊക്കെ അറിയാം, എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, പക്ഷേ സംസാരിക്കാൻ പറ്റില്ല. എന്റെ ഡയലോഗുണ്ടേ, നല്ല സൈൻഡന്റെ റണ്ണിംഗ് വാക്കൊക്കെ ട്രയോ, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ തിരിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ വാക്കുകൾ വരാൻ പോലുമില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് എന്റെ കഥയാണല്ലോ എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എ ഗുഡ് ജോബ്, എ പ്രൊമോഷൻ, എ ചാൻസ് ടു സ്റ്റഡി അബ്രോഡ്, അല്ലെങ്കിൽ ജസ്റ്റ് ദ സിമ്പിൾ ഡിസയർ ടു കണക്ട് വിത്ത് ദ വേൾഡ്. ഇംഗ്ലീഷ് എന്ന ഭാഷ ഒരു തടസ്സമായി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. വി ആർ ടോട്ട് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ്, നോട്ട് ആസ് എ ലാംഗ്വേജ്. നമ്മൾ നിയമങ്ങൾ പഠിക്കുന്നു, ഗ്രാമർ റൂൾസ്, പാർട്സ് ഓഫ് സ്പീച്ച്, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ നമ്മൾ ഇതെല്ലാം മനഃപ്പാടമാക്കുന്നു. പക്ഷേ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴോ വി ഫ്രീസ്. നമ്മുടെ തലച്ചോർ ഒരു ബ്ലാങ്ക് സ്ലേറ്റായി മാറുന്നു. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്നു, അത് മനസ്സിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിലെ ഗ്രാമർ ശരിയാണോ എന്ന് 100 വട്ടം പരിശോധിക്കുന്നു. അപ്പോഴേക്കും ആ സംസാരിക്കാനുള്ള അവസരം ആ നിമിഷം തന്നെ കടന്നുപോയിട്ടുണ്ടാകും. ദ മോമെന്റ് ഈസ് ലോസ്റ്റ്. ഇതൊരു സംകൃത് ക്രൂഗാണ്. സംസാരിക്കാൻ പേടിയാകുന്നു, അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല. സംസാരിക്കാത്തതുകൊണ്ട് നമ്മുടെ പേടി കൂടിക്കൂടി വരുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും? ഹൗ ടു ലേൺ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, കോൺഫിഡൻ്റ്ലി ആൻഡ് നാച്ചുറലി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇതൊരു ഗ്രാമർ ക്ലാസ് അല്ല, നിങ്ങളെ റൂൾസ് പഠിപ്പിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. മറിച്ച് ഇംഗ്ലീഷ് എന്ന ഭാഷയെ സമീപിക്കേണ്ട രീതിയെക്കുറിച്ച്, നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റി എഴുതുന്നതിനെക്കുറിച്ച്, ആരും പറയാത്ത ചില പ്രാക്ടിക്കൽ ടിപ്സിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഒരു പേടിസ്വപ്നമല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സുഹൃത്താക്കി മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് കടക്കാം. ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ എൻറ്റയർ ഇംഗ്ലീഷ് ലേണിംഗ് ജേർണി. ചാപ്റ്റർ 1. ദ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. തെറ്റുകളിൽ നിന്ന് തുടങ്ങാം. ഒരു കുട്ടി എങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നത്? ആദ്യം അത് കമിഴ്ന്നു വീഴും, പിന്നെ മുട്ടിലിഴയും, പിന്നെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. 1000 തവണ വീണിട്ടായിരിക്കും അത് ആദ്യത്തെ ഒരു ചുവട് വയ്ക്കുന്നത്. ആ വീഴ്ചകളെല്ലാം ആ പഠനത്തിന്റെ ഭാഗമാണ്. അല്ലാതെ നടക്കാൻ പഠിക്കുന്ന ഒരു പുസ്തകം വായിച്ചിട്ടല്ല ഒരു കുട്ടിയും നടക്കാൻ പഠിക്കുന്നത്. ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ലേണിംഗ് ടു വാക്ക് ഓർ സ്വിം. നിങ്ങൾക്ക് കരയിലിരുന്ന് നീന്തൽ പഠിക്കാൻ കഴിയില്ല. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ വാട്ടർ. നിങ്ങൾക്ക് തെറ്റുകൾ വരുത്താതെ ഒരു ഭാഷയും പഠിക്കാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്: ദ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. വാട്ട് വിൽ പീപ്പിൾ തിങ്ക്? ഞാൻ പറയുന്ന ഗ്രാമർ തെറ്റിപ്പോയാൽ അവർ കളിയാക്കുമോ? എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുമോ? ഈ ചിന്തകളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ലെറ്റ് മീ ടെൽ യു എ സീക്രറ്റ്. നോ വൺ കെയർസ്. ആരും നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്സ് എണ്ണാനിരിക്കുകയല്ല. അവർക്ക് നിങ്ങൾ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു വിദേശി നമ്മുടെ നാട്ടിൽ വന്ന് മുറി മലയാളത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളവരെ കളിയാക്കാറുണ്ടോ? ഇല്ല. മറിച്ച് അവർ നമ്മുടെ ഭാഷ സംസാരിക്കാൻ ശ്രമിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ദ സെയിം അപ്ലൈസ് ടു ഇംഗ്ലീഷ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഗിവ് യുവർ സെൽഫ് പെർമിഷൻ ടു ബി ഇംപെർഫെക്റ്റ്. തെറ്റുകൾ വരുത്താൻ സ്വയം അനുവാദം കൊടുക്കുക. തെറ്റുകൾ നിങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങളുടെ ഏറ്റവും നല്ല അധ്യാപകരാണ്. ഓരോ തെറ്റും നിങ്ങൾ എവിടെയാണ് മെച്ചപ്പെടേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ്. പെർഫെക്ഷൻ എന്ന ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പൂർണ്ണമായി എടുത്തുകളയുക. ഫ്ലുവൻസി ഈസ് നോട്ട് അബൌട്ട് സ്പീക്കിംഗ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഫ്ലുവൻസി ഈസ് അബൌട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് യുവർ ഐഡിയാസ് ഇഫക്റ്റീവ്ലി. നിങ്ങളുടെ മനസ്സിലുള്ള ആശയം വലിയ തടസ്സങ്ങളില്ലാതെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിനെയാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബ്രിട്ടീഷ് ആക്സന്റിൽ സംസാരിക്കുന്നതിനെ അല്ല. സോ ഫ്രം ടുഡേ മേക്ക് ദിസ് യുവർ മന്ത്ര. മിസ്റ്റേക്സ് ആർ മൈ ടീച്ചേഴ്സ്. മൈ ഗോൾ ഈസ് കമ്മ്യൂണിക്കേഷൻ, നോട്ട് പെർഫെക്ഷൻ. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുറച്ചാൽ നിങ്ങളുടെ പകുതി പേടി അവിടെ തീർന്നു. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ബിഗിനിങ്. തെറ്റുകൾ വരുത്താനുള്ള ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇതാണ്: ശരി, ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ എന്തു ചെയ്യണം? വേർ ഡു ഐ സ്റ്റാർട്ട്? ഗ്രാമർ ബുക്കുകൾ വീണ്ടും വായിച്ചു തുടങ്ങണോ? ദിവസവും 10 പുതിയ വാക്കുകൾ പഠിക്കണോ? ഇല്ല. നമ്മൾ ഭാഷയെ സമീപിക്കുന്ന രീതി തന്നെ മാറ്റാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷിനെ ഒരു വിഷയമായി കാണുന്നത് നിർത്തി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ പോവുകയാണ്. ചാപ്റ്റർ 2. ദി ഇമ്മേർഷൻ മെത്തേഡ്. ഇംഗ്ലീഷിൽ ജീവിക്കാം. ലെറ്റ്സ് ലിവ് ഇൻ ഇംഗ്ലീഷ്. ഇമ്മേർഷൻ എന്നാൽ ടു ബി സറൗണ്ടഡ് ബൈ സംതിങ്.
ഒരു ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി ആ ഭാഷ സംസാരിക്കുന്ന ഒരു ദേശത്ത് പോയി ജീവിക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. അവിടെ കടയിൽ പോകാനും ഭക്ഷണം വാങ്ങാനും വഴി ചോദിക്കാനുമെല്ലാം ആ ഭാഷ ഉപയോഗിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ആ ഭാഷ പഠിക്കും. പക്ഷേ എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോകാൻ കഴിയില്ല. സോ വാട്ട്സ് ദ സൊല്യൂഷൻ? വി ക്രിയേറ്റ് ദാറ്റ് കൺട്രി അറൗണ്ട് അസ്. നമ്മൾ നമ്മുടെ ചുറ്റും ഒരു ഇംഗ്ലീഷ് ലോകം സൃഷ്ടിക്കുന്നു. ഇതെങ്ങനെ ചെയ്യാം? വളരെ ലളിതമായ, നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറയാം. 1. നിങ്ങളുടെ ഫോണിന്റെ ഭാഷ മാറ്റുക. ചേഞ്ച് യുവർ ഫോൺസ് ലാംഗ്വേജ്. ഇത് വളരെ ചെറിയൊരു കാര്യമായി തോന്നാം, പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദിവസം നമ്മൾ എത്ര തവണ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? സെറ്റിംഗ്സ്, മെസ്സേജസ്, കോൺടാക്ട്സ്, കോൾ, ഇങ്ങനെ നമ്മൾ ദിവസവും കാണുന്ന വാക്കുകളെല്ലാം ഇംഗ്ലീഷിലാവുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ വാക്കുകൾ നമ്മുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. ഇറ്റ്സ് എ സ്മോൾ ചേഞ്ച്, ബട്ട് ഇറ്റ് ഹാസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. 2. നിങ്ങളുടെ വിനോദത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ചേഞ്ച് യുവർ എന്റർടൈൻമെന്റ് ടു ഇംഗ്ലീഷ്. നിങ്ങൾ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഇനി മുതൽ ഇംഗ്ലീഷ് മൂവീസ് വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് കണ്ടു തുടങ്ങുക. മലയാളം സബ്ടൈറ്റിൽസ് ഒഴിവാക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പതിയെ പതിയെ അവരെങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, അവരുടെ സ്ലാങ്, അവരുടെ നാച്ചുറൽ വേ ഓഫ് സ്പീക്കിംഗ്, ഇതെല്ലാം നിങ്ങൾ കേട്ടുപഠിക്കും. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? ലിസൺ ടു ഇംഗ്ലീഷ് സോങ്സ് വിത്ത് ലിറിക്സ്. അവരുടെ പ്രൊനൗൺസിയേഷൻ, വാക്കുകളുടെ താളം, അതായത് റിതം, ഇതെല്ലാം നിങ്ങളുടെ സംസാരത്തെ സ്വാധീനിക്കും. 3. കേൾക്കുക, കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക. ലിസൺ, ലിസൺ ആൻഡ് കീപ് ലിസണിംഗ്. ഒരു കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നത് കേട്ടിട്ടാണ്. അതുപോലെ ഒരു ഭാഷയിൽ ഫ്ലുവൻ്റ് ആകാനുള്ള ഏറ്റവും നല്ല വഴി ആ ഭാഷ ഒരുപാട് കേൾക്കുക എന്നതാണ്. ഇതിനെയാണ് ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദ മോർ യു ലിസൺ, ദ ബെറ്റർ യു സ്പീക്ക്. നിങ്ങൾക്കിഷ്ടമുള്ള വിഷയങ്ങളിലുള്ള ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ കേൾക്കാം. യാത്ര ചെയ്യുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ, എന്തിന് പാത്രം കഴുകുമ്പോൾ പോലും നിങ്ങൾക്കിത് കേൾക്കാം. ഓഡിയോ ബുക്സ് വളരെ നല്ലൊരു വഴിയാണ്. യുവർ ഫേവറേറ്റ് നോവൽസ് നൗ ഇൻ ഇംഗ്ലീഷ് ഓഡിയോ ഫോമാറ്റ്. യൂട്യൂബ് ചാനൽസ്, ഇന്റർവ്യൂസ്, ഡോക്യുമെന്ററീസ്, ഇങ്ങനെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എന്ത് വിഷയത്തെക്കുറിച്ചും ഇംഗ്ലീഷിൽ കേൾക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലെന്ന് വരും. ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. അതിലെ ഓരോ വാക്കും മനസ്സിലാക്കുക എന്നതിലല്ല കാര്യം. ആ ഭാഷയുടെ ഒഴുക്ക്, താളം, സംസാരിക്കുന്ന രീതി, ഇവയെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒപ്പിയെടുക്കുകയാണ്. യു ആർ ട്രെയിനിങ് യുവർ ഇയർ. 4. വായിക്കുക, പക്ഷെ ഗ്രാമർ വേണ്ട. റീഡ് ബട്ട് നോട്ട് ഫോർ ഗ്രാമർ. വായിക്കുന്നത് വൊക്കാബുലറി കൂട്ടാൻ വളരെ നല്ലതാണ്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഓരോ വാക്കിന്റെയും അർത്ഥം കണ്ടുപിടിച്ച് അതിലെ ഗ്രാമർ വിശകലനം ചെയ്ത് വായിക്കരുത്. റീഡ് ഫോർ പ്ലെഷർ. നിങ്ങൾക്കിഷ്ടമുള്ളത് വായിക്കുക. അത് ലളിതമായ കുട്ടികളുടെ കഥാപുസ്തകങ്ങളാകാം, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു താരത്തിന്റെ ബയോഗ്രാഫിയാകാം, ഒരു ത്രില്ലർ നോവലാകാം, അല്ലെങ്കിൽ ഓൺലൈൻ ആർട്ടിക്കിൾസ് ആകാം. ദ ഗോൾ ഇസ് ടു എൻജോയ് ദ പ്രോസസ്. നിങ്ങൾ വായിക്കുമ്പോൾ പുതിയ വാക്കുകൾ കണ്ടാൽ അത് ഉടനെ ഡിക്ഷണറിയിൽ നോക്കരുത്. ആ വാചകത്തിൽ നിന്ന് ആ വാക്കിന്റെ അർത്ഥം ഊഹിച്ചെടുക്കാൻ ശ്രമിക്കുക. ദിസ് ഈസ് കോൾഡ് കണ്ടെക്സ്ച്വൽ ലേണിംഗ്. ഇങ്ങനെ പഠിക്കുന്ന വാക്കുകൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ 4 കാര്യങ്ങൾ, അതായത് ചേഞ്ചിങ് യുവർ ഫോൺസ് ലാംഗ്വേജ്, ചേഞ്ചിങ് യുവർ എന്റർടൈൻമെന്റ്, ലിസണിംഗ് എ ലോട്ട് ആൻഡ് റീഡിംഗ് ഫോർ പ്ലെഷർ, ഇവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇതിനായി പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ തലച്ചോറ് ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ഈസ് ദ കീ ടു സ്പീക്കിംഗ് ഫ്ലുവൻ്റ്ലി. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കാനും വായിക്കാനും തുടങ്ങി. യുവർ ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഇൻപുട്ട്. നിങ്ങളുടെ തലച്ചോറ് ഒരു സ്പോഞ്ച് പോലെ ആ ഭാഷയെ വലിച്ചെടുക്കുകയാണ്. പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ആ സ്പോഞ്ചിലെ വെള്ളം അവിടെ തന്നെ ഇരിക്കും. അത് പുറത്തേക്ക് ഒഴുകില്ല. ദ ഇൻപുട്ട് നീഡ്സ് ടു ബിക്കം ഔട്ട്പുട്ട്. നമ്മൾ കേട്ടതും വായിച്ചതും ഉപയോഗിക്കാൻ തുടങ്ങണം. അതായത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം. പക്ഷേ ഞാൻ ആരോട് സംസാരിക്കും? എനിക്ക് സംസാരിക്കാൻ കൂട്ടുകാരില്ല. പെറ്റു പറഞ്ഞാൽ കളിയാക്കുമെന്ന് പേടിയാണ്. ഇതാണ് അടുത്ത തടസ്സം. എന്നാൽ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ മുറിയുടെ സ്വകാര്യതയിലിരുന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെങ്കിലോ? ചാപ്റ്റർ 3 ദ ആക്റ്റീവ് മെത്തേഡ്. ഒറ്റയ്ക്ക് സംസാരിച്ച് പഠിക്കാം. ലെറ്റ്സ് പ്രാക്ടീസ് സ്പീക്കിംഗ് അലോൺ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഭ്രാന്താണെന്ന് തോന്നാം. ഒറ്റയ്ക്ക് സംസാരിക്കുമോ? യെസ്, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് അണ്ടർറേറ്റഡ് ടെക്നിക്സ് ടു ബിൽഡ് ഫ്ലുവൻസി. ഇവിടെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല, കളിയാക്കാൻ ആരുമില്ല. ഇറ്റ്സ് ജസ്റ്റ് യു
ആൻഡ് യുവർ ജേർണി. അപ്പോൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് സംസാരിച്ച് പരിശീലിക്കുക? 1. ദ നറേറ്റഡ് ടെക്നിക്. നിങ്ങളുടെ ജീവിതം വിവരിക്കുക. ഇത് വളരെ ലളിതവും രസകരവുമായ ഒരു വഴിയാണ്. യു ബിക്കം ദ നറേറ്റർ ഓഫ് യുവർ ഓൺ ലൈഫ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും ഇംഗ്ലീഷിൽ ലളിതമായ സെന്റൻസിൽ സംസാരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ രാവിലെ ചായ ഉണ്ടാക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ പറയാം: നൗ ഐ ആം ഗോയിങ് ടു ദ കിച്ചൺ. ഐ ആം ടേക്കിംഗ് എ വെസൽ. ഐ ആം പോറിംഗ് സം വാട്ടർ ഇൻ ടു ഇറ്റ്. ഐ വിൽ ആഡ് സം ടീ പൗഡർ ആൻഡ് ഷുഗർ. ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ് ടു ബോയിൽ. ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പരിശീലിപ്പിക്കും. ഇറ്റ് കണക്ട്സ് യുവർ ആക്ഷൻസ് വിത്ത് ദ ലാംഗ്വേജ്. മലയാളത്തിൽ ചിന്തിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശീലം പതിയെ പതിയെ ഇല്ലാതാകും. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് നിങ്ങൾ അറിയാതെ തന്നെ പഠിക്കും. 2. ദ മിറർ ടെക്നിക്. കണ്ണാടിയോട് സംസാരിക്കാം. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ലളിതമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. മൈ ഫേവറേറ്റ് മൂവി, മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ഡ്രീം വെക്കേഷൻ. ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ഗുണമെന്താണെന്നറിയാമോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നിങ്ങളുടെ ആത്മവിശ്വാസം ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ആർ യു സ്മൈലിംഗ്? ആർ യു ലുക്കിംഗ് കോൺഫിഡൻറ്റ്? ഇത് നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്താനും സഹായിക്കും. 3. ദ ഷാഡോയിങ് ടെക്നിക്. നിഴൽ പോലെ പിന്തുടരാം. ദിസ് ഈസ് എ ഫാന്റാസ്റ്റിക് ടെക്നിക് ടു ഇംപ്രൂവ് യുവർ പ്രൊണൗൺസിയേഷൻ, റിതം ആൻഡ് ഫ്ലോ. ഇതിനെയാണ് ഷാഡോയിങ് എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളൊരു ഇംഗ്ലീഷ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുക. അതൊരു നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്നതായാൽ അത്രയും നല്ലത്. അവർ പറയുന്ന ഓരോ വാചകത്തിന് ശേഷവും പോസ് ചെയ്ത് അത് അതുപോലെ ആവർത്തിക്കാൻ ശ്രമിക്കുക. അവരുടെ ടോൺ, ആക്സന്റ്, ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ ഇതെല്ലാം അതുപോലെ അനുകരിക്കുക. ഒരു പാട്ട് കേട്ട് പഠിക്കുന്നതുപോലെ. തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ നാക്കിന് ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ എളുപ്പത്തിൽ വഴങ്ങാൻ തുടങ്ങും. മലയാളം സംസാരിക്കുന്നതിൻ്റെ ഒരു മസിൽ മെമ്മറി നമ്മുടെ നാക്കിനുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു പുതിയ മസിൽ മെമ്മറി നിങ്ങൾ നിർമ്മിക്കുകയാണ്. 4. ദ റെക്കോർഡിംഗ് ടെക്നിക്. നിങ്ങളുടെ ശബ്ദം കേൾക്കാം. നിങ്ങളുടെ ഫോണിലെ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കുക. അതിനുശേഷം അത് കേട്ടുനോക്കുക. നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നത് നമുക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ എവിടെയാണ് ആ എന്നൊക്കെ പറഞ്ഞ് പോസ് ചെയ്യുന്നത്? ഏതു വാക്കുകളാണ് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത്? നിങ്ങളുടെ വേഗത കൂടുതലാണോ കുറവാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്ത വോയിസ് നോട്ട് 1 മാസം കഴിഞ്ഞ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന വോയിസ് നോട്ടുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. ദിസ് വിൽ ഗീവ് യു ഇമ്മെൻസ് കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ. ഈ 4 വഴികൾ, നറേറ്റിംഗ് യുവർ ഡേ, സ്പീക്കിംഗ് ടു ദ മിറർ, ഷാഡോയിങ് ആൻഡ് റെക്കോർഡിംഗ് യുവർസെൽഫ്, ഇവയെല്ലാം നിങ്ങളുടെ മുറിയുടെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്നവയാണ്. ദിവസവും ഒരു 15-20 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. നിങ്ങൾ അറിയാതെ തന്നെ സംസാരിക്കാനുള്ള നിങ്ങളുടെ പേടി കുറയുന്നതും ഫ്ലുവൻസി കൂടുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യു ആർ ബിൽഡിംഗ് ദ ഫൗണ്ടേഷൻ. ഇതുവരെ നമ്മൾ ചെയ്തത് നമ്മുടെ പരിശീലന കളരിയിലെ പ്രാക്ടീസാണ്. നമ്മുടെ മുറിയുടെ സുരക്ഷിതത്വത്തിലിരുന്ന് തെറ്റുകൾ വരുത്താനുള്ള പേടിയില്ലാതെ നമ്മൾ സംസാരിക്കാൻ പഠിച്ചു. ഇപ്പോൾ ആ കളി കാര്യമാക്കാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു ടേക്ക് യുവർ സ്കിൽസ് ഇൻ ടു ദ റിയൽ വേൾഡ്. ഒറ്റയ്ക്ക് പരിശീലിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു ഭാഷയുടെ യഥാർത്ഥ ഉപയോഗം വരുന്നത് മറ്റൊരാളുമായി സംസാരിക്കുമ്പോഴാണ്. ചാപ്റ്റർ 4. ദ ഇന്ററാക്ഷൻ മെത്തേഡ്. മറ്റുള്ളവരുമായി സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് അതേഴ്സ്. പക്ഷേ ഞാൻ ആരോട് സംസാരിക്കും? എനിക്ക് ചുറ്റും ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിനും വഴികളുണ്ട്. 1. ഒരു ഭാഷാ പങ്കാളിയെ കണ്ടെത്തുക. ഫൈൻഡ് എ ലാംഗ്വേജ് പാർട്ട്ണർ. നിങ്ങളെപ്പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരുപാട് വെബ്സൈറ്റ്സും ആപ്സും ഇന്നുണ്ട്. ഇവിടെ നിങ്ങൾ അവർക്ക് മലയാളം സംസാരിക്കാൻ സഹായം നൽകുന്നു, പകരം അവർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായം നൽകുന്നു. ഇറ്റ്സ് എ വിൻ-വിൻ സിറ്റുവേഷൻ. ഇവിടെ നിങ്ങളെ കളിയാക്കുമെന്ന് പേടിക്കണ്ട. കാരണം അവരും നിങ്ങളെപ്പോലെ ഒരു ഭാഷ പഠിക്കുന്നവരാണ്. ദേ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രഗിൾ. 2. ഒരു സംസാരത്തിൽ പങ്കുചേരുക. ജോയിൻ എ കോൺവെർസേഷൻ. നിങ്ങളുടെ ജോലിസ്ഥലത്തോ കോളേജിലോ ആരെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മാറി നിൽക്കാതെ ആ സംഭാഷണത്തിൽ പങ്കുചേരാൻ ശ്രമിക്കുക. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടോ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് തുടങ്ങാം.
ചെറിയ ബേബി സ്റ്റെപ്സ് മതി. ദിവസവും ഒരു വാചകമെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക. ദ ഗോൾ ഈസ് ടു ബ്രേക്ക് ദ ഐസ്. 3. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകളോട് സംസാരിക്കുക. ഇതൊരു വിചിത്രമായ വഴിയായി തോന്നാം, പക്ഷേ ഇത് വളരെ ഫലപ്രദമാണ്. നിങ്ങളുടെ ഫോണിലോ ബാങ്കിന്റെ ആപ്പിലോ എന്തെങ്കിലും ചെറിയ സംശയമുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ഇംഗ്ലീഷ് ഭാഷ തിരഞ്ഞെടുക്കുക. അവരോട് നിങ്ങളുടെ പ്രശ്നം വിശദീകരിക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളെ ഒരിക്കലും വിധിക്കില്ല. ദെയർ ജോബ് ഈസ് ടു ഹെൽപ്പ് യു. ഇത് റിയൽ വേൾഡ് കോൺവെർസേഷനുള്ള ഒരു മികച്ച പരിശീലനമാണ്. അവസാനമായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഈ യാത്രയിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കൺസിസ്റ്റൻസി ഈസ് കീ. സ്ഥിരതയാണ് പ്രധാനം. ദിവസവും 8 മണിക്കൂർ പഠിച്ച് അടുത്ത ഒരാഴ്ച ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ദിവസവും 15 മിനിറ്റ് സ്ഥിരമായി പരിശീലിക്കുന്നതാണ്. ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് എ മാരത്തോൺ, നോട്ട് എ സ്പ്രിന്റ്. ഇതൊരു മാരത്തോൺ ഓട്ടമാണ്, ഒരു 100 മീറ്റർ ഓട്ടമല്ല. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല പുരോഗതി തോന്നും. മറ്റു ചില ദിവസങ്ങളിൽ നിങ്ങൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണെന്ന് തോന്നും. ഇറ്റ്സ് നോർമൽ. അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കുക. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. ഒന്നാമതായി, തെറ്റുകൾ വരുത്താൻ പേടിക്കാതിരിക്കുക. യുവർ ഗോൾ ഈസ് കമ്മ്യൂണിക്കേഷൻ, നോട്ട് പെർഫെക്ഷൻ. രണ്ടാമതായി, നിങ്ങളുടെ ജീവിതം ഇംഗ്ലീഷിലാക്കുക. ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ദ ലാംഗ്വേജ്. മൂന്നാമതായി, ഒറ്റയ്ക്ക് സംസാരിച്ച് പരിശീലിക്കുക. ബിൽഡ് യുവർ കോൺഫിഡൻസ് ഇൻ പ്രൈവറ്റ്. നാലാമതായി, മറ്റുള്ളവരുമായി സംസാരിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക. ടേക്ക് യുവർ സ്കിൽസ് ടു ദ റിയൽ വേൾഡ്. ഈ വഴികൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയരും. ഇംഗ്ലീഷ് ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സമായിരിക്കില്ല, മറിച്ച് ലോകത്തിലേക്കുള്ള ഒരു പുതിയ വാതിലായിരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു പാലമായിരിക്കും. സുഹൃത്തുക്കളെ, ഒരു ഭാഷ പഠിക്കുക എന്നത് വെറും വാക്കുകൾ പഠിക്കുക എന്നല്ല. അതൊരു പുതിയ സംസ്കാരത്തെ അറിയുകയാണ്, പുതിയ മനുഷ്യരെ മനസ്സിലാക്കുകയാണ്, പുതിയ അവസരങ്ങളെ സ്വന്തമാക്കുകയാണ്. അതിലുപരി അത് നിങ്ങളെ തന്നെ കണ്ടെത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദത്തെ, ആ ആശയങ്ങളെ ലോകത്തോട് പറയാൻ ഇംഗ്ലീഷ് ഒരു തടസ്സമാകരുത്. നിങ്ങൾക്കും കഴിയും ഫ്ലുവൻ്റായി ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ. ആദ്യത്തെ ചുവട് വയ്ക്കുക എന്നതാണ് പ്രധാനം. ആ ചുവട് ഇന്ന് ഈ നിമിഷം തന്നെ വയ്ക്കുക. സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ് ടു ഹിയർ യുവർ വോയിസ്. ഇംഗ്ലീഷ് പഠിക്കാനുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യൽ ടെക്നിക്സ് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും ഒരു സഹായമായേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ യാത്രയിൽ തുടർന്ന് മുന്നോട്ടു പോകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.